അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 9, 10 തീയതികളിൽ അഥവാ ശനി ഞായർ ദിവസങ്ങളിൽ ഡൽഹിയിൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പ്രഗതി മൈതാനത്ത് വെച്ച് G20 ഉച്ചകോടി നടക്കുകയുണ്ടായി. ലോകമെമ്പാടും അത് ശ്രദ്ധിച്ചു. ഇന്ത്യ അതിന് ആതിഥ്യമേകി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷമാണ്. മീഡിയകളെല്ലാം അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളും ചില തീരുമാനങ്ങളുമൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അതിൻ്റെ പ്രധാനമന്ത്രിമാരും പ്രസിഡൻറ്റുമാരുമൊക്കെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡൻറ്റ്, തുർക്കി പ്രധാനമന്ത്രി, ബംഗ്ലാദേശ്, അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടന്ന ഈ സംഭവം, ഈ ഉച്ചകോടി എന്തുകൊണ്ടും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഔപചാരികമായ ചടങ്ങുകൾ ഉണ്ടാവും, അതല്ലാത്ത സംഭവങ്ങളുമൊക്കെ ഇതിനോടനുബന്ധിച്ച് നടക്കും. കാരണം ഒരു രാജ്യത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ശവസംസ്കാരം നടന്ന രാജ്ഘട്ട് സന്ദർശിക്കുക എന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അങ്ങോട്ട് ഈ നേതാക്കന്മാരെല്ലാം കടന്നു ചെന്നത്. രാജ്ഘട്ട് എന്നാൽ മനോഹരമായ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരകമാണ്. അതിൻ്റെ ഒരറ്റത്ത് കെടാവിളക്ക് പോലെ 24 മണിക്കൂറും കത്തി നിൽക്കുന്നൊരു വിളക്കുണ്ട്. യമുനാ നദിയുടെ തീരത്താണത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പല ആളുകളും സന്ദർശിക്കുന്നു. ഓരോ ദിവസവും 10,000 സന്ദർശിച്ചു പോകുന്ന സ്ഥലമാണത്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാഷ്ട്രപിതാവിനെ ആദരിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവരെല്ലാവരും സന്ദർശിച്ചത്. ഈ വീഡിയോ ഒന്ന് കാണുക. സന്ദർശനത്തിൽ എല്ലാ നേതാക്കളും പങ്കെടുത്തു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പങ്കെടുത്തു. തുർക്കി പ്രധാനമന്ത്രി ഉർദുഖാൻ സംബന്ധിച്ചു. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് സംബന്ധിച്ചു. US, അങ്ങനെ എല്ലാ ആളുകളും, എല്ലാ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു. വളരെ ആവേശത്തോടു കൂടി അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയും ശിരസ് അല്പം താഴ്ത്തി നമിച്ചുകൊണ്ട് ആദരപൂർവ്വം അവിടെ നിൽക്കുകയും ചെയ്തു. അതൊക്കെ അവരുടേതായ ചില ചടങ്ങുകളാണ്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുകയുണ്ടായില്ല. അതിന് അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ പറഞ്ഞ കാരണം ഇത്തരം ശവകുടീര ആദരവുകളും ചടങ്ങുകളുമൊന്നും വിശ്വാസപരമായി യോജിക്കാത്തത് കൊണ്ടാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം അതുപോലെയുള്ള ആ സമയത്ത് മറ്റു ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഇത് സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന രാജാക്കന്മാരൊക്കെയും ഇങ്ങനെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള രാജാവ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഇന്ത്യയിൽ വന്നു, ഇന്ത്യയുമായി പല കരാറുകളും ഒപ്പിട്ടു. അദ്ദേഹം വലിയ ആവേശത്തിലും സന്തോഷത്തിലും പറഞ്ഞത് ഇന്ത്യ എൻ്റെ 2ാമത്തെ വീടാണ് എന്നാണ്. സൗദി അറേബ്യ കഴിഞ്ഞാൽ എൻ്റെ 2ാമത്തെ വീടാണ് ഇന്ത്യ എന്ന്. ധാരാളം ഇന്ത്യക്കാർ സൗദി അറേബ്യയുടെ പുരോഗതിക്ക് വേണ്ടി അവിടെ സേവനം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹവും
ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും സന്ദർശിക്കുകയുണ്ടായില്ല. അവർക്കൊക്കെ ഇതിനൊരു കാരണമുണ്ട്. വിശ്വാസപരമായി ഇത്തരം ശവകുടീര സന്ദർശനങ്ങളും അതിനോട് പ്രത്യേക ആദരവും ബഹുമാനവും ചിലപ്പോൾ ആരാധനയോളം എത്തുന്ന കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊരു താല്പര്യവുമില്ലാത്തവരാണിവർ. അതിന് കാരണം അത് വിശ്വാസവുമായി യോജിക്കുന്നില്ല എന്നതാണ്. ഇവിടെ നമ്മൾ ഈ രണ്ടു പേരും പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തില്ല, ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ ഒരു പ്രത്യേകത, മുമ്പ് അബ്ദുള്ള രാജാവും ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാനും പങ്കെടുത്തില്ല എന്നത് ഇതിൽ മാത്രമുള്ളൊരു വിഷയമല്ല. നമ്മൾക്കെല്ലാവർക്കും അറിയാം, വിദേശ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഈ രാജ്യഘട്ട് അത് മുസ്ലിം നാമധാരികളായ ആളുകൾ, പർവേസ് മുഷറഫ്, ബേനസീർ ഭൂട്ടോ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള ഈ അയൽ രാജ്യങ്ങളിലൊക്കെയുള്ള മുസ്ലിം ഭരണാധികാരികളൊക്കെ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അവർ പ്രത്യേകം താല്പര്യപൂർവ്വം സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതിലൊന്നാണ് അജ്മീർ ദർഗ. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുമൊക്കെ ഇന്ത്യയിൽ വന്നാൽ അജ്മീർ സന്ദർശിക്കും. അവിടുത്തെ കർമ്മങ്ങളിലും പൂജാകർമ്മങ്ങളിലും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ പങ്കെടുക്കും. അത് വലിയ പ്രാധാന്യം നേടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പലരും പോകുന്നു, ഇവരും പോകുന്നു. പക്ഷെ ഒരിക്കൽ പോലും സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഈ ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ ഭാഗം. അതാണ് ഇസ്ലാമിക ആദർശത്തിൻ്റെ മൗലികതയും സൗദി അറേബ്യ സൂക്ഷിക്കുന്ന തൗഹീദി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അതാണ്. ഖബർ പൂജയും ഖബർ ആരാധനയും ഒന്നും ഇസ്ലാമിനെ സംബന്ധിച്ചൊട്ടും സ്വീകാര്യമേ അല്ല എന്നതാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം തലകുനിക്കുക, ശിരസ് നമിക്കുക, അവനെ മാത്രം പ്രാർത്ഥിക്കുക, ഭയഭക്തിയോടുകൂടി അവൻ്റെ മുമ്പിൽ മാത്രം നിൽക്കുക എന്ന ഇസ്ലാമിൻ്റെ അതിസുന്ദരവും അതീവ മഹത്വവുമായ ആദർശമാണ് അവരെ മനസ്സിനെ ഭരിക്കുന്നത്, ജീവിതത്തെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സും ശരീരവും ഒന്നും അതിൻ്റെ നേരെ തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വർഷങ്ങൾക്ക് മുമ്പ് US പ്രസിഡന്റ് ഒബാമ ഇന്ത്യ സന്ദർശിച്ചൊരു സന്ദർഭം. അദ്ദേഹം സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് സൗദി അറേബ്യ വഴിയാണ്. സൗദി അറേബ്യയിലെത്തി റിയാദിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ പ്രധാനമന്ത്രിയും മറ്റ് അംഗങ്ങളും പരിവാരങ്ങളുമൊക്കെ ളുഹുർ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആ ളുഹുർ നമസ്കാരം കഴിയുന്നത് വരെയും റിയാദിൽ കൊട്ടാരത്തിൽ ഒബാമ ഈ രാജാവിനെയും കാത്ത് അവിടെ നിന്നു. ളുഹുർ നമസ്കാരം കഴിഞ്ഞ് അവർ വന്നു, സ്വീകരിച്ചു, സന്തോഷത്തോടു കൂടിയിരുത്തി. അതൊരു അപമാനിക്കലായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ വിവേകത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ത്യയിൽ പോയപ്പോൾ അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന്, എന്നെ ആദരിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വണങ്ങാൻ പോയിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടാണ് അവരെന്നെ കാണാൻ വന്നത് എന്നാണ്. അതേറ്റവും നല്ലൊരു നിലപാടായിട്ടായിരുന്നു അന്ന് US പ്രസിഡന്റ് ഒബാമ പറഞ്ഞത്. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഇനി നിങ്ങൾ നോക്കുക, ഈ മഹാരാജാക്കന്മാർ, അബ്ദുള്ള രാജാവ്, അതുപോലെ ഫഹദ് രാജാവ്, ഫൈസൽ രാജാവ്, നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരാണ്, സൗദി രാജാക്കന്മാരാണ്. സൗദി അറേബ്യയിൽ നിലനിൽക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രബോധനത്തിൻ്റെ ഫലമായി നിലനിൽക്കുന്ന തൗഹീദി വിശ്വാസത്തിൻ്റെ സ്വാധീനം നല്ല നിലക്ക് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ഈ സൗദ് കുടുംബം ആ ആദർശത്തോട് പ്രതിബദ്ധതയുള്ളവരും അതിൻ്റെ പ്രബോധകരുമാണ്. അതിനുവേണ്ടി ആ രാജ്യത്തെ സജ്ജമാക്കിയവരുമാണ്. ഇസ്ലാമിക രാഷ്ട്രമാണത്. തൗഹീദിൻ്റെ കേന്ദ്രങ്ങളായ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണത്. അവരൊക്കെ ആ ഒരു 2 പ്രദേശത്തിൻ്റെയും കാവൽക്കാർ, ഖാദിമുൽ ഹറമൈൻ എന്നാണ് അവർ പറയുന്നത്. നേരത്തെ അവർക്കുണ്ടായിരുന്ന പേര് ജലാലത്തുൽ മലിക് എന്നാണ്, മഹാരാജാവ് എന്നാണ്. അത് മാറ്റി വിനയത്തിൻ്റെ ഒരു പേര് മഹാരാജാവ് എന്നത് മാറിയിട്ട്, ആദരണീയനായ രാജാവ് എന്നത് മാറ്റിയിട്ട് ഖാദിമുൽ ഹറമൈൻ, 2 ഗേഹങ്ങളുടെയും 2 ഗേഹങ്ങളുടെയും സേവകൻ എന്ന ഒരു നാമം അതൊരു വലിയൊരു മഹത്വമായി, മക്കയുടെയും മദീനയുടെയും സേവകരെന്നത്
വലിയൊരു മഹത്വമായി കാണുന്ന ആ സ്ഥാനമാണ് അവരിപ്പോൾ അലങ്കരിക്കുന്നത്. എത്ര മഹത്വം അലങ്കരിച്ചാലും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഖബർ കെട്ടിപ്പൊക്കാനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾ നടത്താനോ തിരികൊളുത്താനോ വന്നിച്ചോ അമിതമായ ആദരവ് കാണിച്ചോ അതിൻ്റെ അടുക്കൽ നിൽക്കുന്നതോ ഒന്നും ഇസ്ലാമികമായ കാഴ്ചപ്പാട് അംഗീകരിക്കുന്നില്ല. ഈ പറയപ്പെട്ട രാജാക്കന്മാർ, ഇപ്പോൾ തൊട്ടടുത്ത് മരിച്ച അബ്ദുള്ള രാജാവ്, അതിനു മുമ്പ് മരിച്ച ഫഹദ് രാജാവ്, അതിനു മുമ്പ് മരിച്ച ഫൈസൽ രാജാവ്, ഇവരുടെയൊക്കെ ഖബറുകൾ റിയാദിലുണ്ട്. റിയാദിലെ അൽ ഔദ് എന്ന് പറയുന്ന മഖ്ബറ, ശ്മശാനം, അവിടെയാണ് ഇവരൊക്കെ ഖബറടക്കിയിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട അൽ മുഅല്ലയും അതുപോലെ അൽ ബഖിയും ഒക്കെ ഉണ്ടല്ലോ. ആ രണ്ട് ശ്മശാനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അൽ ഔദ് എന്ന് പറയുന്ന ആ ശ്മശാനം. അവിടെയാണ് ഇവരെ ഖബറടക്കിയിട്ടുള്ളത്. ഇവരെ മാത്രമല്ല, പല രാജാക്കന്മാരെയും രാജാക്കന്മാരല്ലാത്തവരെയും സാധാരണക്കാരെയും ഒക്കെ ഖബറടക്കുന്ന സ്ഥലമാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഇവരെയും അവിടെ ഖബറടക്കിയിട്ടുള്ളത്. ഒരു സാധാരണ ഖബർ പോലെ കെട്ടിപ്പൊക്കിയിട്ടില്ല, തിരികൊളുത്തിയിട്ടില്ല. സാധാരണ ഖബർ പോലെ ചെറിയൊരു മഞ്ചലിലേറ്റി, മയ്യത്ത് കട്ടിലേറ്റി, ഒട്ടും അലങ്കാരമില്ലാത്ത മയ്യത്ത് കട്ടിൽ കൊണ്ടുപോയി ആ മണ്ണിൽ കുഴിച്ചു മൂടി അവർക്ക് വേണ്ടിയുള്ള നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ നിർവഹിച്ച് മണ്ണിട്ട് മൂടിയ അല്പം ചരൽക്കല്ല് മുകളിൽ റസൂലുള്ള പറഞ്ഞതുപോലെ ഒരു കമാനാകൃതിയിലാക്കി തിരിച്ചു പോരുകയാണ്. റിയാദിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ ഖബറുകൾ ചിലപ്പോൾ കാണാൻ അവസരമുണ്ടായിട്ടുണ്ടാകും. വളരെ സാധാരണമായ ആയിരക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ ആ മഹാരാജാക്കന്മാരും കിടക്കുന്നു എന്നതല്ലാതെ ഒരു സവിശേഷതയും അവർക്ക് ആർക്കുമില്ല. ഈ ചിത്രമൊന്ന് നോക്കുക. ഇസ്ലാമിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഖബർ മണ്ണിൽ നിന്ന് ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല എന്ന് തന്നെയാണ്. വളരെ ജാഗ്രത അക്കാര്യത്തിൽ പ്രവാചകൻ പുലർത്തിയിട്ടുണ്ട്. മക്ക ഫത്ഹിൻ്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രസ്താവം രാഷ്ട്രീയമായൊരു കാര്യമായിരുന്നില്ല, പ്രത്യുത ഒരു വിശ്വാസ കാര്യമാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതു, ഉയർത്തിക്കെട്ടിയ ഖബറുകളുണ്ടെങ്കിൽ തട്ടി നിരപ്പാക്കണമെന്നാണ്, ഭൂമിയോട് ചേർക്കണമെന്നാണ്. ഒരു ഖബർ നിർമ്മിക്കുമ്പോൾ ഖബറിൽ മയ്യിത്തിറക്കി കഴിഞ്ഞാൽ ആ ഖബറിൽ നിന്ന് പുറത്തിറക്കിയ മണ്ണ് മാത്രം വിട്ടു മൂടുകയും വേണമെങ്കിൽ ഖബറാണ് തിരിച്ചറിയാൻ ഒരു കല്ല് സ്ഥാപിക്കുകയും അതിൻ്റെ ഒരു കമാനാകൃതി സ്വീകരിക്കുകയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാം ആ വിഷയത്തിൽ നൽകുന്ന പാഠം. അത്രയോ ചെയ്യേണ്ടതുള്ളൂ. അതാണ് എല്ലാ അള്ളാഹുവിൻ്റെ ദൂതർ, അദ്ദേഹത്തേക്കാൾ മഹത്വമുള്ള ആ പ്രവാചകനേക്കാൾ മഹത്വമുള്ള ആരുമില്ലല്ലോ ലോകത്ത്. പക്ഷെ അവിടുത്തെ ഖബർ പോലും അങ്ങനെയാണ്, വളരെ സാധാരണമാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കുബ്ബകളൊക്കെ തുർക്കി ഖിലാഫത്ത് നടന്നിരുന്ന കാലത്ത് അവരുണ്ടാക്കിയ ചില ഏർപ്പാടുകളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖബർ വളരെ സാധാരണമായി നിൽക്കുകയാണ്. ആ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ്. ആയിഷ അള്ളാഹ് താമസിച്ചിരുന്ന ആ വീട്ടിലാണ് ആ ഖബറുള്ളത്. ആയിഷ അള്ളാഹിൻ്റെ ഈ സഹോദരൻ അബൂബക്കറിന്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നൊരു സംഭവം നോക്കൂ നിങ്ങൾ. അദ്ദേഹം ആയിഷ അള്ളാഹിൻ്റെ, അത് പിതാവിൻ്റെ സഹോദരി, അമ്മായിയോട് പറഞ്ഞു, എനിക്ക് ആ ഖബർ മൂന്നൊന്ന് കാണിച്ചു തരുമോ എന്ന്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഫകശഫത് ലി അൻ സലാസത്തി ഖുബൂരിൻ, ആ മൂന്ന് ഖബറുകളും എനിക്ക് അമ്മായി തുറന്നു കാണിച്ചു തന്നു. ലാ മുഷ്രിഫത്തൻ വലാ ലാത്തിയത്തൻ മത്ബൂഹത്തൻ ബിബത്തുഹ അൽ അർസത്ത് ഹംറ. അബൂദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണിത്. ഇതിൽ പറയുന്നത് അത് കെട്ടി ഉയർത്തിയിട്ടില്ല, മണ്ണോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചരൽക്കല്ലുകൾ അതിന് മേലെ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു സംഭവം അവിടെ ഇല്ല എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നർത്ഥം. അതാണ് ഇസ്ലാമിൻ്റെ പാഠവും സന്ദേശവും. എന്താണ് ഖബർ കെട്ടിപ്പൊക്കിയാലുള്ള പ്രശ്നം? ഖബർ കെട്ടിപ്പൊക്കിയാൽ അവിടെ തിരികൊളുത്തും. ഇപ്പോൾ രാജ്കെട്ടിലുള്ളതുപോലെ അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സംഭവം അങ്ങനെ നടന്നു പോകുന്നു. മതനിഷേധികളാണെങ്കിൽ പോലും കെട്ടിപ്പൊക്കിയ ഖബർ ആളുകൾ കണ്ടാൽ അവിടെ തിരികൊളുത്തും. അങ്ങനെയൊക്കെയാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പാടെ വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ആ നിലപാട് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച് G20 പങ്കെടുത്ത പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ നിലപാട് സ്വീകരിച്ചത്. അങ്ങേയറ്റം ശ്ലാഘനീയമാണ്.
തൗഹീദ് വിശ്വാസികൾക്ക് അഭിമാനകരമാണ് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. അൽഹംദുലില്ലാഹ്.